ദില്ലി ദാലിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഭാവുകത്വത്തിൻ്റെ പൊതുവാൾ എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്കാണ് ഈ ലക്കത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. കഥകളി കലയിലെ തരംഗ സൃഷ്ടാക്കളിൽ ഒരാളെന്ന് ഉറപ്പായും പറയാവുന്ന കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള ആദര പോഡ്കാസ്റ്റാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ചരിത്രപരവും ലാവണ്യപരവുമായ നോട്ടങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുവാൻ അതിഥിയായി വന്നിട്ടുള്ളത് ഡോക്ടർ മനോജ് കുറൂരാണ്. മലയാളത്തിലെ പ്രിയങ്കരനായ കവിയും നോവലിസ്റ്റും ഉപന്യാസകാരനുമായ മനോജ് കുറൂർ കഥകളി പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്നത് നമുക്കറിയാം. വിഖ്യാത ചെണ്ട കലാകാരനായിരുന്ന കുറൂർ ചെറിയ വാസുദേവൻ നമ്പൂതിരിയുടെ മകനായ മനോജ് വാദ്യകലാകാരനും കൂടിയാണ്. അച്ഛനിൽ നിന്നും ആയാങ്കുടി കുട്ടപ്പമാരാരിൽ നിന്നും തായമ്പകയും കഥകളി മേളവും മനോജ് കുറൂർ അഭ്യസിച്ചിട്ടുണ്ട്. ആധുനിക മലയാള കവിതയിലെ നാടൻ താളങ്ങളുടെ സാന്നിധ്യം ആധുനിക കവിതയിൽ എന്ന വിഷയത്തിലാണ് മനോജ് കുറൂരിൻ്റെ PhD. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നിലംപൂത്ത് മലർന്ന നാൾ, തൃത്താല കേശവൻ, ഉത്തമ പുരുഷൻ, കഥ പറയുമ്പോൾ, മുറിനാവ് എന്നിവയാണ്. സ്വാഗതം ഡോക്ടർ മനോജ് കുറൂർ ദില്ലി ദാലിയിലേക്ക്. നമസ്കാരം. വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മനോജിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 1924 ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ നിരവധി കലാകാരന്മാരുടെ ജന്മശതാബ്ദി വർഷം 2024 1924 ഒരു ഭാഗ്യം ചെയ്ത വർഷമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 1924 ജനിച്ചവരുടെ കൗമാര യൗവന കാലങ്ങളിലെ ഇന്ത്യയിലെ സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു പുതിയ ഭാവുകത്വത്തിന് അരങ്ങൊരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1924 മെയ് 28 ജനിച്ച കൃഷ്ണൻകുട്ടി പൊതുവാൾ കേരളത്തിൻ്റെ കഥകളിയിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ തരംഗ സൃഷ്ടാക്കളിൽ ഒരാളായി മാറിയത്. എന്തായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ പ്രഭാവം കളിയരങ്ങിൽ? സത്യത്തില് എനിക്ക് വളരെ ചെറുപ്പം മുതൽ എന്നല്ല പറയേണ്ടത്, ജനിച്ചു വീഴുമ്പോൾ മുതൽ അത്രയധികം അടുത്ത് പരിചയമുള്ള, എന്നാൽ ഞാൻ എത്ര ശ്രമിച്ചാലും വേണ്ട വിധം അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ള ഒരു വ്യക്തിത്വമാണ് കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാന്റേത്. വ്യക്തിത്വം മാത്രമല്ല, കലയും. ഇവ ഇങ്ങനെ ചേർന്നാണ് അദ്ദേഹത്തിൽ നിൽക്കുക. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയപ്പോൾ ഞാൻ ആദ്യം അത് തുടങ്ങിയത് തന്നെ അടിമുടി കല, അകം പുറം കല, ഇതായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ എന്നാണ്. അദ്ദേഹത്തിന്റെ കലാസങ്കല്പങ്ങളാണെങ്കിലും കലാപ്രയോഗമാണെങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും ഇവ മൂന്നും അനനുകരണീയമാണ്. ആർക്കും അനുകരിക്കണമെന്ന് പ്രലോഭനം തോന്നുന്നതാണ്, പക്ഷെ മറ്റാരെ കൊണ്ടും അനുകരിക്കാൻ പറ്റാത്തതാണ്. ആ രീതിയിലുള്ള ഒരു എന്താ പറയണ്ടേ, വ്യക്തി എന്നുള്ള നിലയ്ക്കാണെങ്കിലും കലാകാരൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും ആ രീതിയിലുള്ള ഒരു പ്രഭാവമുള്ള ആളായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. ഗോപാലേട്ടൻ പറഞ്ഞതിൽ ഒരു ചെറിയൊരു കൂട്ടിച്ചേർക്കലുള്ളത്, അദ്ദേഹം കഥകളി മേളത്തിലെ തരംഗ സൃഷ്ടാക്കളിൽ ഒരാളല്ല, വാസ്തവത്തിൽ എന്താണ്, അദ്ദേഹമാണ് അതിന്റെ എന്താ പറയണ്ടേ എല്ലാം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു കലാകാരൻ. അതെ, ആ രീതിയിലുള്ള ഒരു കലാകാരനായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ശിഷ്യരോ പ്രശിഷ്യരോ അല്ലാതെ വേറെ ആരും പിന്നീട് കഥകളി രംഗത്ത് ശ്രദ്ധേയരായിട്ടില്ല. ആ രീതിയിലുള്ള തെക്കായാലും വടക്കായാലും ആ രീതിയിലുള്ള ശിഷ്യന്മാർ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തെക്കൻ മേളത്തിലെ പ്രധാനിയായ വാരണാസി മാധവൻ നമ്പൂരി ഒരു കാലത്തെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ, മറ്റേ വാരണാസിതൻ ചെണ്ടകുണം ചേർന്നു എന്നൊക്കെയുള്ള പാട്ടിലൂടെ. അത് തെക്കൻ സമ്പ്രദായത്തിലുള്ള വേഷക്കാർക്ക് കൂടുതൽ കൊട്ടിയാണ് അദ്ദേഹം പ്രശസ്തനായതെങ്കിലും അദ്ദേഹം കൃഷ്ണൻകുട്ടി പൊതുവാൾ ശിഷ്യൻ തന്നെയാണ്. എന്റെ അച്ഛന്റെ ഗുരുനാഥനായ അയാങ്കുടി കുട്ടപ്പമാരാർ, അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ തെക്കൻ നാട്ടില് വളരെ ശ്രദ്ധേയനായ
വേറൊരു കലാകാരനാണ്. അദ്ദേഹവും കൃഷ്ണൻകുട്ടി പോളാശാന്റെ ശിക്ഷണത്തിൽ വളർന്നയാളാണ്. ഇങ്ങനെ ഞാൻ കലാമണ്ഡലത്തിലെ ശിഷ്യന്മാരുടെ കാര്യം പറയേണ്ട കാര്യമില്ല, കാരണം അതെ അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ അതെ അങ്ങനെ കേരളത്തിലെ എല്ലായിടത്തും പിന്നീട് ഒരു പ്രധാനപ്പെട്ട ശിഷ്യ സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, ഇതിൽ പ്രധാനികളായിട്ട് മാറിയ എല്ലാവരും തന്നെ കൃഷ്ണൻകുട്ടി പോളാശാന്റെ ശിഷ്യന്മാരാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കലാജീവിതത്തെ കുറിച്ച് പറയാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒന്ന്, കലാമണ്ഡലം കൃഷ്ണനാരാശൻ ഇതേപോലെ തന്നെ യുഗപ്രഭാവനായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ കഥകളിൽ അല്ലെങ്കിൽ കഥകളി രംഗത്ത് ഇതേപോലെ നിറഞ്ഞു വന്നിരുന്ന വേറൊരാളില്ല. കലാമണ്ഡലം കൃഷ്ണനാരാശാനെ പോലെ. അതെ, കലാമണ്ഡലം കൃഷ്ണനാരാശാനെ പോലുള്ള പക്ഷെ ഇവര് തമ്മിൽ പലപ്പോഴും വലിയ എന്താ പറയണ്ടേ, സൗന്ദര്യ പിണക്കങ്ങളും അല്ലെങ്കിൽ കുറെ കാലം കൂടി നീണ്ടു നിൽക്കാവുന്ന തരത്തിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതുകൊണ്ട് തന്നെ കൃഷ്ണനാരാശാൻ അദ്ദേഹത്തിന്റെ വേഷമുള്ള കളികൾക്ക് കൃഷ്ണൻകുട്ടി പോളാശാൻ വേണമെന്ന് ശഠിക്കാറില്ല. എന്നാൽ കൃഷ്ണൻകുട്ടി പോളാശാന് ഇതേപോലെ തന്നെ അങ്ങോട്ടും കൃഷ്ണനാരാശാന്റെ വേഷത്തിന് കൊട്ടാൻ താൻ തന്നെ ചെല്ലണം എന്നങ്ങനെ ഒരു തോന്നൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം മാറി നിൽക്കും പുറമെ. പക്ഷെ ഉള്ളിൽ രണ്ടുപേർക്കും ആഗ്രഹം എന്ന് വെച്ചാൽ കൃഷ്ണനാരാശാന് ഏറ്റവും വലിയ ആഗ്രഹം പോളാശാൻ തന്നെ ഇറങ്ങി വരണം എന്നാണ്. പോളാശാന് ഏറ്റവും വലിയ ആഗ്രഹം കൃഷ്ണനാരാശാന്റെ വേഷത്തിന് അദ്ദേഹം തന്നെ കൊട്ടണമെന്നാണ്. അതില് ഈ പറഞ്ഞ ഒരു പശ്ചാത്തലം പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരിക്കല് കൃഷ്ണനാരാശാനോട് ചോദിച്ചു, ആരെയാണ് ചെണ്ടയ്ക്ക് വിളിക്കേണ്ടത്? കൃഷ്ണനാരാശാൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞത്, ഇപ്പൊ ആരാച്ചാലും മതി, ഞാൻ അങ്ങനെ നിർബന്ധം പറയില്ല. അങ്ങനെയല്ല, അങ്ങൊന്ന് പറയണം, ആരെയാണ് വിളിക്കേണ്ടതെന്ന് അങ്ങ് തന്നെ പറയണം എന്ന് പറയാം. ഒന്നുകിൽ പൊതുവാളിനെ വിളിക്കുക, ഇല്ലാച്ച ആരായാലും മതി. അതായത് ഒന്നുകിൽ പൊതുവാൾ, അല്ലെങ്കിൽ ആരായാലും മതി എന്നുള്ള അതാണ് കൃഷ്ണൻകുട്ടി പൊതുവാൾ. അത് വേറെ പകരം വെക്കാൻ ആളില്ല. മറ്റൊന്ന്, രാമകുട്ടിയാരാശാൻ, കൃഷ്ണൻകുട്ടി പോളാശാൻ, അപ്പുകുട്ടി പോളാശാൻ, ഇവർ രണ്ടുപേരും ഒരാള് ചെണ്ടയും മറ്റേയാളും മദ്ദളവും രാമകുട്ടിയാരാശാന്റെ വേഷവുമായിട്ട് കുട്ടിത്രയം എന്നുള്ള പേരിൽ വളരെ പ്രശസ്തമാണ്. കഥകളി രംഗത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇവര് മൂന്നുപേരും ചേർന്നുള്ള ഈ കുട്ടിത്രയത്തിന്റെ അവതരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് രാവണോത്ഭവം എന്ന് പറയുന്ന കഥ. ഈ രാവണോത്ഭവം എന്ന് പറയുന്ന കഥയില് രാവണൻ, അത് രാമകുട്ടിയാരാശാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമായിരുന്നു. അദ്ദേഹം ആ വേഷം കെട്ടാണ്ടായി. അതായത് കൃഷ്ണൻകുട്ടി പോളാശാൻ മരിച്ചതിന് ശേഷം രാമകുട്ടിയാരാശാൻ പിന്നീട് രാവണോത്ഭവം വേഷം കുറെ കാലത്തേക്ക് കെട്ടിയിരുന്നില്ല. ഏറ്റവും അവസാന കാലത്ത് മാത്രമാണ് പിന്നീട് ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങി 1-2 തവണ അദ്ദേഹം കെട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം മനസ്സുകൊണ്ട് നേരത്തെ തീരുമാനിച്ചു ഇനി ആ വേഷം കെട്ടുന്നില്ല എന്ന്. കാരണം അതിന് കൃഷ്ണൻകുട്ടി പോകാനുള്ള ചെണ്ട അത്രയേറെ പ്രധാനമാണ്. ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, കൃഷ്ണൻകുട്ടി പോളാശാന്റെ ഈ സാന്നിധ്യം, അല്ലെങ്കിൽ അദ്ദേഹം ഈ തന്നോടൊപ്പം കൂടണം എന്നുള്ള ഒരു ആഗ്രഹം വാസ്തവത്തിൽ കലാമണ്ഡലം കൃഷ്ണനായരെ പോലെ ഒരാൾക്കാണെങ്കിലും, കലാമണ്ഡലം രാമകുട്ടിനായരെ പോലെ ഒരാൾക്കാണെങ്കിലും, അതേപോലെ തന്നെ തെക്കൻ നാട്ടിൽ പ്രശസ്തരായ അതേ സമയത്തിന് വടക്കും വലിയ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന പള്ളിപ്പുറം ഗോപാലനാരാശാനെ പോലുള്ള ഒരാൾക്ക്, ഇവർക്കൊക്കെ ആ രീതിയിലുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ഏത് സമ്പ്രദായത്തിലുള്ള വേഷത്തിലും, വടക്കൻ സമ്പ്രദായത്തിലായാലും തെക്കൻ സമ്പ്രദായത്തിലായാലും ഏത് സമ്പ്രദായത്തിലുള്ള വേഷത്തിലും വളരെ അനായാസം അതിനിങ്ങനെയാണ് കൊട്ടേണ്ടത് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പ്രയോഗമായിരുന്നു കൃഷ്ണൻകുട്ടി പോളാശാന്റേത്. ഞാൻ ഈ പറഞ്ഞ രണ്ട് സന്ദർഭങ്ങൾ കൊണ്ട് പോളാശാൻ ആരാണെന്ന് എനിക്ക് കൃഷ്ണൻ നായരാശാനും കൃഷ്ണൻകുട്ടി പൊതുവാളും തമ്മിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന, ഞാനത് പെട്ടെന്ന് അങ്ങ് പറയാം. എൻ്റെ ചോദ്യത്തിൽ നിന്ന് വ്യതിചരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഈ കെ പി ബാബുദാസ് എഴുതിയ ശൗര്യ ഗുണം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് ഈ ഇവർ തമ്മിൽ പിണങ്ങി നിന്നിട്ട് കൃഷ്ണൻകുട്ടി പൊതുവാൾ വായിക്കാതെ ഇരിക്കുന്ന കാലങ്ങളിൽ ഒരു ദിവസം എറണാകുളത്ത് TDM ഹാളിൽ കൃഷ്ണനായരാശാൻ സ്റ്റേജിലുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി പൊതുവാൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കളിയുടെ ശബ്ദം കേട്ടപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി. ഈ കൃഷ്ണനായരാശാനെ പോലെ മനോജ് പറഞ്ഞ പോലെ ഈ യുഗപ്രഭാവനായ കൃഷ്ണനായരാശാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു പയ്യൻ ചെണ്ട വായിക്കുന്നത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ സ്റ്റേജിൻ്റെ പിന്നിലോട്ട് കയറി ചെന്നു. കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ സ്റ്റേജിലോട്ട് കയറുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ഈ പയ്യൻ ചെണ്ട എടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയും സദസ്സിലേക്ക് നോക്കിയിരുന്ന കൃഷ്ണനായരാശാൻ ചെണ്ടയുടെ പുറത്ത് ആദ്യത്തെ കോല് പൊതുവാളാശാൻ വെച്ചപ്പോഴൊന്ന് നിന്നു എന്നാണ് പറയുന്നത്. കൃമീരവധമോ എന്തോ ആയിരുന്നു കളി.
അപ്പോൾ പെട്ടെന്നൊന്ന് നിന്നു എന്നാണ് പറയുന്നത് കൃഷ്ണനായരാശൻ. മനസ്സിലായി പൊതുവാൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം മറ്റൊന്നായിരുന്നു അന്നത്തെ കഥകളി എന്ന്. അത് ഞാൻ ആനുഷംഗികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഈ കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ്റെ ആദ്യ ഗുരുനാഥൻ അമ്മാവനായിരുന്ന ഗോവിന്ദ പൊതുവാൾ ആയിരുന്നു. കലാമണ്ഡലത്തിൽ പ്രവേശനത്തിന് ചെന്ന ഈ വിദ്യാർത്ഥിയുടെ സർവകലാ നൈപുണി കണ്ട ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർക്ക് കഥകളിയിൽ ഏത് വിഭാഗത്തിൽ ഈ കുട്ടിയെ ചേർക്കണമെന്ന സംശയം വന്നപ്പോൾ പട്ടിക്കാന്തുടി രാവുണ്ണിമേനോനാണ് കൃഷ്ണൻകുട്ടി കുലവിദ്യ അഭ്യസിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ചേർത്തതെന്ന് ഈ ജീവചരിത്ര ബാബുദാസ് സാറിൻ്റെ ജീവചരിത്രത്തിൽ ഒരു സൂചനയുണ്ട്. നിരവധി ഗുരുക്കന്മാർ അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായി എന്നു വന്നാലും കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിനെ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഈ കലയിൽ കൂടി നൈപുണ്യമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഡോക്ടർ മനോജ് കുരൂരിനോട് ഞാനിത് ചോദിക്കുന്നത്. അതായത് ചെറുപ്പത്തിൽ കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ ഈ വാദ്യകല അഭ്യസിക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ പലരുടെ അടുത്ത് നിന്ന് അഭ്യസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം കൃഷ്ണൻകുട്ടി പൊതുവാളാശാന്റെ കൊട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൊട്ടെന്ന് തന്നെയാണ് പറയുക. കാരണം വെച്ചാൽ അത് ഒരു എന്താ ഒരു പോസിറ്റീവ് ടൈമായിട്ട് തന്നെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ചെണ്ട കൊട്ടുക, ചെണ്ട വായിക്കുക എന്ന് പറയാറില്ല, ചെണ്ട കൊട്ടുക എന്ന് തന്നെയാണ് പറയുക. ചെണ്ട കൊട്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഗാംഭീര്യം മുഴുവൻ അതിൽ ഉണ്ടല്ലോ. അപ്പോ ആ രീതിയിൽ അദ്ദേഹം സ്വന്തം അമ്മാവന്റെ അടുത്ത് ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. പിന്നീട് പലരും അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വെങ്കിട്ടസ്വാമി, മദ്ദള വിദഗ്ധനായിട്ടുള്ള വെങ്കിട്ടസ്വാമിയാണ് ഒരാൾ. മറ്റൊന്ന് കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ തന്നെ പറയാറുള്ളത് പോലെ എന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ പട്ടിക്കാന്തുടി രാവുണ്ണിമേനോനാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ പട്ടിക്കാന്തുടി രാവുണ്ണിമേനോൻ നടനാണ്, വെങ്കിട്ടസ്വാമി മദ്ദള കലാകാരനാണ്. കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ പഠിച്ചത് ഇവരുടെയൊക്കെ അടുത്താണെന്ന് പറയുമ്പോഴും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ചെണ്ടയാണ്. ചെണ്ടയിൽ അദ്ദേഹം സ്വന്തമായ ഒരു വഴി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു വാസ്തവത്തിൽ. കാരണം വെച്ചാൽ 20-ാം നൂറ്റാണ്ടിൽ അതിനു മുൻപ് കൃഷ്ണൻകുട്ടി പൊതുവാളാശാന് മുൻപ് പ്രശസ്തനായിരുന്ന മേളക്കാരൻ എന്ന് പറയുന്ന ഒരാള് മൂത്തമന നമ്പൂതിരിയാണ്. അതുവരെയുള്ള പ്രധാനപ്പെട്ട നടന്മാർക്കൊക്കെ മൂത്തമന നമ്പൂതിരിയാണ് പ്രധാനമായിട്ട് മേളം കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇതിന് ശേഷം ഈ മൂത്തമന നമ്പൂതിരിയുടെ ആ കല കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ സ്വാംശീകരിക്കുകയും കളിക്കൊട്ടിൽ മൂത്തമന നമ്പൂതിരിയുടെ ആ ഒരു കല സ്വാംശീകരിക്കുകയും ഒപ്പം പട്ടിക്കാന്തുടി രാവുണ്ണിമേനോന്റെ കളരിയിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കളരിയിൽ നിരന്തരം ചൊല്ലിയാടി പഠിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വേഷക്കാർ ചൊല്ലിയാടുന്ന സമയത്ത് അതിന് കൊട്ടി ശീലിക്കുന്നതിലൂടെ സ്വന്തമായ ഒരു കലാസങ്കല്പം, പ്രത്യേകിച്ച് പട്ടിക്കാന്തുടി രാവുണ്ണിമേനോന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്ന തരത്തിൽ വേണം കൊട്ടാൻ, ഇന്ന തരത്തിൽ വേണം ഇന്ന സ്ഥലത്ത് കൊട്ടാൻ എന്നൊക്കെയുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വന്തമായ നിലയ്ക്ക് ഒരു കല നിർമ്മിച്ചെടുക്കുകയായിരുന്നു കൃഷ്ണൻകുട്ടി പൊതുവാൾ എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതിനു മുൻപ് വരെ ഈ കഥകളി വേഷത്തിലുള്ള കൊട്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും ചെയ്തിരുന്നത് ഏതെങ്കിലും വേഷം അരങ്ങത്ത് വരും, അതിന് ആ താളത്തിനനുസരിച്ച് എന്തെങ്കിലും അതിന് കൊട്ടിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് അത് ഓരോ മുദ്രയ്ക്കും മിഴിവ് നൽകുന്ന വിധത്തിലാവണമെന്നോ അല്ലെങ്കിൽ കഥകളിയുടെ പൊതുവായിട്ടൊരു അന്തരീക്ഷം, ആ രംഗത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലാവണമെന്നോ ഒന്നും ഒരു നിബന്ധന അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതൽ ഈ പറഞ്ഞ തരത്തിലുള്ള മറ്റ് മേളക്കാരൊന്നും ആ സമയത്ത് അങ്ങനെ പുലർത്തിയിരുന്നില്ല. ഈ സമയത്താണ് ഓരോ മുദ്രയ്ക്കും, നടന്റെ ഓരോ മുദ്രയ്ക്കും കൂടുന്നതിൽ കൃഷ്ണൻകുട്ടി പൊതുവാളുടെ വൈദഗ്ധ്യം. അതേസമയത്ത് ഈ പല ചിട്ടകളിൽ ഏത് തരത്തിലുള്ള ഏത് ശൈലിയിലുള്ള നടന്മാരാണ് രംഗത്ത് വരുന്നതെങ്കിലും അവർക്ക് പാകത്തിന് കൊട്ടാനായിട്ടുള്ള ആ ഒരു വൈദഗ്ധ്യം, അതിന്റെ ഒരു വൈവിധ്യം, ചെയ്തു വരുന്ന ആ കൊട്ടിന്റെ സമ്പ്രദായത്തിലുള്ള വൈവിധ്യം, ഇതെല്ലാം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ കൊട്ടിലാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കൊട്ടിലൂടെയാണ് ഇതെല്ലാം ആദ്യം വെളിപ്പെടുന്നത് നമുക്ക് പറയാം. മൂത്തമന നമ്പൂതിരിയെ പോലെ പ്രാദേശികമായ ഒരു പ്രശസ്തിയല്ല, കേരളം ഒട്ടാകെ, പിന്നീട് ലോകമൊട്ടാകെ ഈ രംഗത്ത് പ്രശസ്തനാകുന്ന ആളാണ്. അല്ലെങ്കിൽ ഇതിലെ ആദ്യത്തെ ഒരു യുഗപ്രഭാവൻ എന്ന് നമുക്ക് എടുത്തു പറയാവുന്ന, ആദ്യത്തെ എന്ന് പറയാൻ കഴിഞ്ഞാൽ പിന്നീട് അത്തരത്തിലുള്ള യുഗപ്രഭാവന്മാരുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. നല്ല കലാകാരന്മാരുണ്ട്, പക്ഷെ യുഗപ്രഭാവൻ എന്നുള്ള വാക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കഥകളി മേളത്തെ സംബന്ധിച്ച് ഇപ്പൊ കോട്ടക്കുട്ടന്മാരുടെ ആശാനുണ്ട്, മറ്റു മേളരംഗത്ത് മറ്റ് നിരവധി ആളുകളുണ്ട്, പല്ലാവരപ്പന്മാരുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ കഥകളി രംഗത്തെ സംബന്ധിച്ച്
ഒരു യുഗപ്രഭാവൻ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുക തീർച്ചയായിട്ടും കൃഷ്ണകുട്ടി പോളാസനാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ പറയൂ. കലയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയുക. അതെ. അപ്പൊ ഈ പണ്ട് ഈ നേർഗോൽ പ്രധാനമായിരുന്നു. നേർഗോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളിയില് അല്ലെങ്കിൽ ചെണ്ട കൊട്ടുന്നതിന് ഒരു 2-3 സമ്പ്രദായങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അതിന് ചില സാങ്കേതികമായിട്ടുള്ള സംഗതികളുണ്ട്. ഒന്ന് ഉരുളുകൈ എന്ന് പറയും. അതായത് ഇടത് കൈയോ കോലോ എന്തൊരു തായമ്പൊക്കെ ആണെങ്കിൽ ഇടത് കൈ കൊണ്ടായിരിക്കും കൊട്ടുക, വലത് കൈ കോല് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ കൈയും കോലുമായിട്ടാണെങ്കിലും രണ്ട് കൈയിലും കോല് പിടിച്ചുകൊണ്ടാണെങ്കിലും തക്കിട്ട 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 എന്ന്, അതായത് വലത് കൈ അകത്തേക്കും പുറത്തേക്കും മറിച്ചാണ് കൊട്ടുക. അപ്പൊ തക്കിട്ട 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 ഇങ്ങനെ എന്ന് വരുന്ന രീതിയിൽ, അതായത് വേഗതയെ കൊട്ടിക്കുന്ന എന്ന് ശബ്ദം കേൾക്കും. അതായത് എന്താ പറയാ, ഈ ഉരുളുകയുടെ ഒരു തരംഗ സ്വഭാവമുണ്ട്. ഉരുളുകയുടെ തരംഗ സ്വഭാവമുണ്ട്. എങ്ങനെ വെച്ചാൽ ഈ ചെണ്ടയുടെ അരികിലും നടുകിലുള്ള ശബ്ദങ്ങൾ മാറി മാറി കൊട്ടുന്നതിലൂടെ ആ രീതിയിലൊക്കെ ഈ അരികിലും നടുക്കുമായിട്ട് മാറി മാറി വിന്യസിക്കുന്നതിലൂടെ ഒരു തരംഗ സ്വഭാവം വാസ്തവത്തിൽ ഈ ഉരുളുകയുടെ കൊട്ടുണ്ട്. അതിന് മുൻപുള്ള അവസ്ഥ എന്താ വെച്ചാൽ ഈ നേർഗോൽ പ്രധാനം ഡം 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 നേർഗോല പ്രധാനമായിട്ടുള്ള കൊട്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഈ ഉരുളുകൈ പ്രധാനമായിട്ടുള്ള ഈ ഒരു മേള സമ്പ്രദായം കഥകളിക്ക് കൃഷ്ണകുട്ടി പോളാശാൻ വികസിപ്പിച്ചെടുക്കുന്നത്. അത് ആദ്യകാലത്ത് പല ആൾക്കാരും അക്സെപ്റ്റ് ചെയ്തില്ല. പ്രത്യേകിച്ച് തെക്കൻ നാടുകളിലേക്കൊക്കെ വന്ന് നേർഗോല് തന്നെ കൊട്ടണമെന്ന് നിർബന്ധമായിരുന്നു. ഇല്ലെങ്കിൽ അത് വേഷക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അവര് പറഞ്ഞിരുന്നു. പക്ഷെ കാലക്രമത്തിൽ ഈ ശൈലി എല്ലാവരും അംഗീകരിക്കുന്ന ഒരവസ്ഥ വന്നു. അത് ആ ഉരുളുകയും നേർഗോലും ഇത് തമ്മിൽ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനിൽ ആണ് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത്. മാത്രമല്ല, അദ്ദേഹം ഒരു നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഒരു നിയോ ക്ലാസിക്കൽ കലയുടെ ഭാഗമായിട്ടുള്ള ഈ ചെണ്ടവാദനം ആണ് അദ്ദേഹം നിർവഹിച്ചിരുന്നതെങ്കിലും അദ്ദേഹം ഒരു ആധുനിക കാലത്തെയാണ് പ്രധാനമായിട്ട് അഡ്രസ് ചെയ്തത്. കാരണം വെച്ചാല് ഈ നമുക്കറിയാം, ഇപ്പൊ കൃഷ്ണനാരാശൻ കലാമണ്ഡലം കൃഷ്ണനാരാശാന്റെ വേഷങ്ങളില് അദ്ദേഹത്തിന്റെ വേഷങ്ങളിൽ സ്ഥായി നിൽക്കില്ല എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു ശൃംഗാരമായിരിക്കണം സ്ഥായി, അല്ലെങ്കിൽ അല്ലെങ്കിൽ രതിഭാവമായിരിക്കണം സ്ഥായി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഭാവത്തെ സ്ഥായിയായിട്ട് ഒരു രസത്തിന്റെ ആവിഷ്കാരം പ്രധാനമായിട്ട് കരുതുന്ന ഒരു നിയോ ക്ലാസിക്കൽ സമ്പ്രദായം അല്ല വാസ്തവത്തിൽ കൃഷ്ണനാരാശാന്റെ. ഇപ്പൊ ഇന്ദുമൗലി ഹാരമേ നീ ഒന്നിനി എന്നോട് ചൊൽക എന്നിങ്ങനെയാണ് നളയരത്തിലെ പദം കേൾക്കുന്ന സമയത്ത് കൃഷ്ണനാരാശാന്റെ മുഖത്ത് ആ സമയത്ത് വന്നു പോകുന്ന ഭാവവൈവിധ്യങ്ങൾ, ദുഃഖവും രോഷവും നിസ്സഹായതയും, ഇങ്ങനെ നിരവധി ഭാവങ്ങൾ ഒരു 2-3 സെക്കൻഡിനകത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ വന്നു പോകും. അത് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പൊ അത്തരത്തിൽ ഭാവസംഘർഷത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഭാവസംഘർഷത്തിന് പൂരകമാകുന്ന വിധത്തിലുള്ള ഒരു വാദ്യ പ്രയോഗം, അതായത് ഭാവവൈവിധ്യത്തിന് പൂരകമാകുന്ന വിധത്തിലുള്ള ഒരു വാദ്യ പ്രയോഗം, അതുപോലെ തന്നെ സൈലൻസിന് കൊടുക്കുന്ന പ്രാധാന്യം, ഈ നിശബ്ദത, അതായത് ഇപ്പൊ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, പകരം ഓരോ സന്ദർഭത്തിലും സൃഷ്ടിക്കുന്ന മൗനങ്ങൾ, അത്തരത്തിലുള്ള നാടകീയത, ഇതിനൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. ജനപ്രിയ കലകളോട് കൂടുതൽ അടുപ്പിക്കാൻ വരെ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നർത്ഥം കൃഷ്ണകുട്ടി പോളാശാൻ. അതാണ് അദ്ദേഹം സൃഷ്ടിച്ച വലുതായ ഒരു വ്യതിയാനം എന്ന് കൂട്ടിച്ചേർക്കാതെ നിവൃത്തിയില്ല. ഇപ്പോ നിയോ ക്ലാസിക്കൽ കല എന്നാൽ ഇദ്ദേഹം അതിലെ ഒരു ആധുനികനാണ് എന്ന് പറയുമ്പോൾ, ഈ കഥകളി പോലെ ഒരു കലയിൽ, അത് ഈ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിയ ഒരു ചോദ്യമാണ്. ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഞാനൊരു ബാലെ 1917 ഒരു ബാലയുടെ 2017 അതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ സമയത്ത് അത് സ്റ്റേജ് ചെയ്തതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ കാണുമായിരുന്നു. അപ്പോൾ ആ ബാലയിൽ സ്റ്റേജിലെ മുഴുവൻ വേഷങ്ങളും സ്റ്റേജ് അറേഞ്ച്മെൻറ്റുകളും ചെയ്തത് പിക്കാസോ ആയിരുന്നു. പിക്കാസോ ആണ് അതിലെ മുഴുവൻ സ്റ്റേജും ചെയ്തിരിക്കുന്നത്, ആ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നതെല്ലാം പിക്കാസോ ആണ്. വലിയ ഒരു ഡിപ്പാർച്ചറാണ് ഈ ബാലെ എന്ന രൂപത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദ പരേഡ് എന്ന് പറയുന്ന ബാലയാണ്, ദ പരേഡ് 1917. ഇന്ന് രാവിലെ ഞാനത് കാണുമായിരുന്നു. അപ്പോൾ ഈ മനോജിനോട് ഇന്ന് സംസാരിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഈ കഥകളി പോലെ ഒരു കലയിൽ ഒരാധുനിക മുഹൂർത്തത്തിനെ, സാഹിത്യത്തിലെയും കലയിലെയും ഒക്കെ ആധുനികത എന്താണെന്ന് അറിയാവുന്ന ഡോക്ടർ മനോജ് കുറു കഥകളി പോലെ ഒരു കലയിലെ ഒരു ആധുനിക മുഹൂർത്തത്തിനെ എങ്ങനെ നിർവചിക്കും?
അതിന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, പരമ്പരാഗത അവതരണത്തെ, കഥകളി ആയാലും തായമ്പക ആയാലും പഞ്ചവാദ്യമായാലും ഇത്തരത്തിൽ നിരവധി കലകളുണ്ട്. ആ സമയത്ത് കേരളത്തിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ എന്നൊക്കെ ഉള്ള വിശേഷണം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ. അപ്പോ ഇത്തരത്തിലുള്ള ഓരോ കലയും പരമാവധി ശൈലീവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നത് വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ എപ്പോഴും ഒരു കല കാണുമ്പോഴേക്കും അത് പ്രാചീന കാലം മുതൽ തന്നെ ആ രീതിയിൽ അവതരിപ്പിച്ച് വന്നിരുന്നു എന്നൊരു തോന്നൽ സാധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവും. പക്ഷെ വാസ്തവത്തിൽ ഈ കല ഇന്നത്തെ രൂപത്തിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ എത്തുന്നതിന്റെ ഒരു തുടക്കം അങ്ങ് ഇപ്പോഴും ഇവിടെ പറഞ്ഞ 1917 ആ ഒരു കാലത്ത് തന്നെയാണ്. ഏകദേശം 20-ാം നൂറ്റാണ്ട് തുടക്ക കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ഒരു വികാസം സംഭവിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ആധുനികത ഒരു കാരണമാകുന്നു. ഒന്ന്, ഇപ്പൊ ദേശീയതയെ കുറിച്ചുള്ള ഒരു ബോധം. ഇപ്പൊ വള്ളത്തോളാണെങ്കിൽ തന്നെ കഥകളിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം ഈ പ്രാചീന സംസ്കാരത്തെ വീണ്ടെടുക്കുക. അതാണല്ലോ ഈ നവോത്ഥാനം ഉള്ളത് കൊണ്ട് തന്നെ വാസ്തവത്തിൽ അതിന്റെ വേർഡ് മീനിങ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. പണ്ടുണ്ടായിരുന്ന ആ ഒരു ഉണർവ് വീണ്ടും സ്വീകരിക്കുക, അതിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ആധുനിക കാലത്ത്. ഈ പ്രക്രിയയാണ് പട്ടിക്കാന്തിരി രാവണമേനോൻ കഥകളി രംഗത്ത് അല്ലെങ്കിൽ കഥകളി ചിട്ടയിൽ നടപ്പാക്കിയതെന്ന് പറയാം. കാരണം കല്ലുവഴി സമ്പ്രദായത്തെ അദ്ദേഹം കലാമണ്ഡല സമ്പ്രദായം എന്നുള്ള രീതിയിലേക്ക് വികസിപ്പിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാര് വരുന്നുണ്ട്. കഥകളി രംഗത്തെ യുഗപ്രഭാവന്മാരായിട്ടുള്ള അങ്ങനെ തന്നെയൊക്കെ പറയാവുന്ന കലാമണ്ഡല കൃഷ്ണൻ നായരുണ്ട്, കിഴപ്പിളങ്ങുമാരൻ നായരുണ്ട്, കലാമണ്ഡലൻ രാമൻകുട്ടി നായരുണ്ട്, ഇങ്ങനെ കലാമണ്ഡലം പത്മനാഭൻ നായരുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ കലാമണ്ഡലം പത്മനാഭൻ നായരുണ്ട്. ഇപ്പൊ ഈ രീതിയിൽ നിരവധി പാഴാങ്കുള കുഞ്ചനായർ, ഇങ്ങനെ നിരവധി പ്രധാനപ്പെട്ട കഥകളി രംഗത്തെ പിന്നീട് കുലപതികൾ, ഓരോരുത്തരും ഓരോ കുലപതി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെതാണ്. തേക്കുംകാട്ട് രാവണൻ നായർ അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ഒരു പരിവർത്തനം അദ്ദേഹം ഈ കഥകളിയെ ശൈലീവൽക്കരിച്ച് പരമാവധി സൗന്ദര്യവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് ഈ കഥകളിയിൽ സംഭവിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പഞ്ചവാദ്യത്തിലാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ 896 അക്ഷരകാലത്തുള്ള ഈ പതികാലം, ഇത്തരത്തിലുള്ള ഇന്ന് പഞ്ചവാദ്യത്തിലെ ഏറ്റവും ഹരം പിടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പഞ്ചവാദ്യം പതികാലം. ഈ പതികാലമൊക്കെ രൂപപ്പെടുന്നത് വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ മാത്രമാണ്. അതിന് മുൻപ് ഇത് മുറുകിയ കാലത്തുള്ള പ്രയോഗം മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാല് ഈ രീതിയിലാണ് ഒരു സംഗതി, ഒരു ഘട്ടം ഈ രീതിയിൽ ഈ ഇതിനെ സൗന്ദര്യവൽക്കരിക്കുക എന്ന് പറയുന്ന, അതായത് ശൈലീവൽക്കരിക്കുക, സൗന്ദര്യവൽക്കരിക്കുക എന്നീ പ്രക്രിയകളിലൂടെ സമകാലികമാക്കുക, അല്ലെങ്കിൽ സമകാലികമായ സൗന്ദര്യബോധത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു സംഗതിയിലേക്കാണ് ആദ്യം ഇത് വരുന്നത്. മറ്റൊന്ന്, ഈ ക്ലാസിക്കൽ കലകളിലെ കഥാപാത്രങ്ങൾക്ക് തന്നെ കഥകളിയിലാണെങ്കിൽ ഈ ക്ലാസിക്കൽ കഥകളിലെ പ്രത്യേകിച്ച് നളചരിതം പോലെ അല്ലെങ്കിൽ മറ്റേ കിർമിരോഹത്തിലെ ധർമ്മപുത്രരെ പോലെ ഒക്കെയുള്ള, നളനെ പോലെ, ധർമ്മപുത്രരെ പോലെ, ഭീമനെ പോലെ, അർജുനനെ പോലെയൊക്കെയുള്ള ഈ കഥാപാത്രങ്ങൾക്ക് ആധുനിക മനുഷ്യന്റെ സംഘർഷങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന പൊതുവായിട്ടുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും, നമുക്കിപ്പോ രാമായണം വായിച്ചാലും ആ രീതിയിലുള്ള നിസ്സഹായതകളും സംഘർഷങ്ങളും ഉണ്ടാവുമല്ലോ. അതേപോലെ കഥകളിലെ ഈ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള എന്നുവെച്ചാൽ നേരിട്ട് ഏതെങ്കിലും സാമൂഹികമായ ഒരു കാര്യം ഉൾപ്പെടുത്തുന്നതിലൂടെ അല്ല, പകരം ജീവിത സംഘർഷങ്ങളെ ആവിഷ്കരിക്കുക, അതിന് കൂടുതൽ മിഴിവ് കൊടുക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് കഥകളി അവതരണത്തിലും വലിയൊരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ഇതിന് പൂരകമാകുന്ന തരത്തിലാണ് ഈ പറഞ്ഞ കലാകാരന്മാരെല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത്. ഇനി ഈ കലാമണ്ഡലം ഇപ്പോൾ മനോജ് പറഞ്ഞ പേരുകൾ അല്ലേ, ഇപ്പോൾ പഴയ തലമുറയിലെ പേരുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാൻ, കൃഷ്ണൻ നായർ ആശാൻ, കോട്ടക്കൽ ശിവരാമൻ, കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ, ഉണ്ണികൃഷ്ണക്കുറുപ്പ്, കൃഷ്ണൻകുട്ടി പൊതുവാൾ, എമ്പ്രാന്തിരി, എന്തായിരുന്നു അക്കാലത്തെ ആ രസതന്ത്രത്തിന്റെ ഒരു ആകർഷണീയത? അത് അങ്ങ് ആദ്യം സൂചിപ്പിച്ച ഒരു സംഗതി, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്ന അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ചില വിചാരങ്ങളാണ്. പ്രത്യേകിച്ച് 1924 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ആ ഒരു സമയത്ത് വളരെ യാദൃച്ഛികമായിട്ട് പല രംഗത്തിലുള്ള പ്രധാനപ്പെട്ട പല ആളുകളും വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയരാകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ഇത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും വിചാരിക്കാറുണ്ട്. എൻ്റെ ചെറുപ്പം ഞാൻ എൻ്റെ പേഴ്സണലായുള്ള ചെറുപ്പത്തെ കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, പകരം ഇത്തരത്തിലുള്ള ഈ പഴയ വേരുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു തരത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അങ്ങേക്കും തീർച്ചയായിട്ടും പരിചയം ഉണ്ടാവും, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 70-കളിൽ ഇവരെല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ
ആ സമയത്ത് പ്രസന്റ് ആണ്. ഈ പിന്നല്ല. 1970കളിൽ ഇപ്പൊ ഈ ചെറുപ്പ കോട്ടയം അതായത് കോട്ടയം നമ്മുടെ ചെറുപ്പകാലത്ത് തിരുനക്കരയിലെ അതെ 3-4 ദിവസം ഇവരെല്ലാവരും നമ്മൾ നിരന്തരം ഇവരെ ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസന്റ് ആണ്. അതെ. അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ കഥകളി കാണാൻ നമ്മൾ നിൽക്കുകയാണെങ്കിൽ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒന്ന് കലാമണ്ഡലം കൃഷ്ണനായർ, മറ്റൊന്ന് കുടമാളൂർ കരുണാകരൻ നായർ, അല്ലെങ്കിൽ കലാമണ്ഡലം ഗോപി, കോട്ടക്കൽ ശിവരാമൻ, കലാമണ്ഡലം രാമകുട്ടി നായർ, ഇങ്ങനെ ഓരോരുത്തരും വേദിയിൽ വരുമ്പോൾ അവരിലേക്ക് തന്നെ പൂർണ്ണമായി നമ്മളെ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്ന നടന്മാരാണ് ആ സമയത്ത് വേദിയിൽ വരിക. പക്ഷെ പാട്ട് കേൾക്കാനും നമ്മൾ അതേ സമയത്ത് തന്നെ ശ്രദ്ധിക്കാൻ നോക്കുകയാണ്. കാരണം ശങ്കർ സോറി അതിനു മുമ്പ് തന്നെ നീലകണ്ഠൻ നമ്പീശനാശാനുണ്ട്, പിന്നെ ഉണ്ണികൃഷ്ണ ഉറുപ്പാശൻ. ഉണ്ണികൃഷ്ണ ഉറുപ്പാശൻ കുറച്ച് വൈകിയാണ് കേരളത്തിലേക്ക് വരുന്നത്. അതിന് മുമ്പ് തന്നെ കലാമണ്ഡലം ശങ്കരൻ ഭ്രാന്തിരി, അതെ. കലാമണ്ഡലം ഹൈദരാലി, ഇവരെ പോലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണ ഉറുപ്പാശാൻ വരുന്നതോടുകൂടി ഉണ്ണികൃഷ്ണ ഉറുപ്പിന്റെ ആസ്വാദകരെന്നും ശങ്കരൻ ഭ്രാന്തിരിയുടെ ആസ്വാദകരെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈ പ്രേക്ഷകർ തന്നെ രണ്ട് തട്ടായിട്ടൊക്കെ പിരിയൊക്കെ ചെയ്തൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അതേസമയത്ത് കൃഷ്ണകുട്ടി പുളാശാൻ ചെണ്ടയായിട്ട് അതെ. ഒറ്റയ്ക്കൊരു ഒരു ഇതിഹാസം എന്ന് പറയാവുന്ന തരത്തിൽ അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പുകുട്ടി പുളാശാനുണ്ട്. ഇങ്ങനെ ഒരു നമുക്കറിയാം കഥകളി ഒരു പല കലാകാരന്മാർ ചേർന്ന് പല കലകൾ ചേർന്നുണ്ടാവുന്ന ഒരു അത്തരത്തിൽ സമന്വയിക്കപ്പെട്ട ഒരു കലയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഓരോ കലാകാരനും അവരവരുടെ കലയിൽ തന്നെ അല്ലെങ്കിൽ അവരവരെ മാത്രം ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഉള്ള വൈദഗ്ധ്യമാണ് ഓരോ കലാകാരനും പ്രകടിപ്പിക്കുന്നത്. അതേസമയത്ത് ഇവരെല്ലാവരും ചേർന്നിട്ട് ഈ കലയുടെ പൊതുവായുള്ള ഘടകങ്ങൾ പൂരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഈ കലയ്ക്ക് ഒരു വലിയ വികാസം സംഭവിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ ചരിത്രത്തിൽ പല സംഗതികൾ യാദൃച്ഛികമാണ്. നമുക്ക് അതെ. യുക്തി കൊണ്ട് വിശകലനം ചെയ്യാൻ പറ്റാത്ത പോലെ. ഞാൻ അതായത് ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ചെറുപ്പത്തിൽ ഈ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കണ്ടാണ് നമ്മൾ എന്താണ് ഈ കലയെക്കുറിച്ചും ഒക്കെ എന്തെങ്കിലും അറിയാനും ഇനി എനിക്കൊരു ഒരു ചോദ്യം, ഞാൻ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാനിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തുകൊണ്ടായിരുന്നു ഈ മഹാനടന്മാർ അദ്ദേഹത്തിനെ പിന്നണിയിൽ ആഗ്രഹിച്ചത്? അത് കഥകളിയുടെ ഒരു കൊട്ടിന്റെ രീതി, അല്ലെങ്കിൽ അതിൽ ചെണ്ട വായിക്കുന്നതിന്റെ ഒരു രീതി എങ്ങനെയാ വെച്ചാല്, ഒന്ന് അതാത് കഥാസന്ദർഭങ്ങൾ അറിയണം. കഥാസന്ദർഭങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ. ഇപ്പോൾ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് തൊട്ട് പിന്നാലെ വരുന്ന പ്രവേശന രീതി, അതിപ്പോ കിടതക ധീംത എന്ന് പറയുന്ന ഒരു പ്രവേശന രീതിയുണ്ട്, അല്ലെങ്കിൽ എടുത്തുകലാശത്തോടു കൂടി പ്രവേശിക്കുക എന്നുള്ള രീതിയുണ്ട്. ഇത് കൊട്ടാൻ അറിയുക മാത്രമല്ല, അത് ഏത് കാലത്തിൽ ഏത് വേഗതയിൽ വേണം അത് ചെയ്യാൻ. ഇങ്ങനെ ഓരോ ഘടകത്തിൽ സാങ്കേതികമായ ഒരു കൃത്യത പ്രധാനപ്പെട്ട വേഷങ്ങളുടെ അവതരണത്തിൽ ഉണ്ട്. അപ്പൊ ആ ഒരു സംഗതി അതേപോലെ തന്നെ, അതായത് കഥകളി നടൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പൂർണ്ണമായും കഥകളി ചെണ്ടക്കാരൻ അറിഞ്ഞിരിക്കണം. അതായത് നമുക്കത് പശ്ചാത്തലവാദ്യം എന്ന് പോലും പറയാൻ പറ്റാത്തൊരു പ്രാധാന്യം ഇതിന് കിട്ടുന്നത് അതുകൊണ്ടാണ്. വെച്ചാൽ കഥകളി കാണാൻ പോകുന്ന ആൾക്കാർ ആരായാലും ചോദിക്കും, വേഷം കേട്ട് കഴിഞ്ഞാൽ ചോദിക്കും വേഷത്തിന് ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും ചെണ്ടക്കാരാണ് എന്ന് ചോദിക്കും. കാരണം വെച്ചാൽ കഥകളെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ചെണ്ട എത്രത്തോളം പ്രധാനമാണ്, ആരാണ് കൊട്ടുന്നതെന്നുള്ളത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ രീതിയിൽ ഈ ഓരോ കഥാസന്ദർഭത്തിലെ സങ്കേതങ്ങൾക്ക് കൊട്ടാനായിട്ട് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. കൊട്ടി തന്നെ ശീലം ഉണ്ടാവണം. ഞാൻ നേരത്തെ ഒരു എടുത്ത് കലാശം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേ കിടതീം, ഏത് കാലത്തിലാണ് അത് കൊട്ടുണ്ടാകുന്ന ഒരു തീരുമാനമുണ്ട്. ഓരോ പദത്തിനും ഇടയ്ക്കുള്ള കലാശങ്ങളുണ്ട്. ഓരോ പദത്തിന് സവിശേഷമായ സങ്കേതങ്ങളുണ്ട്. ചിലപ്പോൾ ഇരട്ടി ഉണ്ടാവും, ഇടക്കലാശങ്ങളുണ്ടാവും. ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരു രംഗത്തിൽ തന്നെ തുടങ്ങുമ്പോൾ മുതൽ തീരുന്നത് വരെ മിക്കവാറും എല്ലാ ഘടകങ്ങൾക്കും സാങ്കേതികമായിരിക്കും ഉണ്ടാവും. അതേ സമയത്ത് തന്നെ ഇതിനുള്ളിൽ ഒരു വേഷക്കാരൻ്റെതായിട്ടുള്ള മനോധർമ്മങ്ങളുണ്ട്. വെച്ചാൽ ഇതിനെ ഓരോന്നിനെയും പരിചരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒപ്പം തന്നെ ഇവർ പെട്ടെന്ന് ചിലപ്പോൾ ആ സമയത്ത് തോന്നുന്ന ഒരു സംഗതി ആയിരിക്കും ആരെങ്കിലും അവര് ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് തരത്തിൽ എന്ത് ചെയ്താലും കൃഷ്ണകുട്ടി പൂവാളുടെ ചെണ്ടയെ കബളിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ശബ്ദം അവിടെ കേട്ടിരിക്കുന്നു. അതിന്റെ ഒരു ശബ്ദം അവിടെ കേട്ടിരിക്കും. ഇവര് തമ്മിലുള്ള മത്സരമൊക്കെ നിലനിൽക്കുമ്പോഴും ഇപ്പൊ രാമകൃഷ്ണാശാനുമായിട്ടും ഇതേപോലെ തന്നെ ഇടയ്ക്ക് സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവർ രണ്ടൊരു അരങ്ങത്ത് വരുമ്പോഴേക്കും വാശിയാണ്. അതായത് ആദ്യം കൊട്ടാനൊക്കെ വിസമ്മതിക്കും, പക്ഷെ വാശിയാണ് അരങ്ങത്ത് വരുമ്പോഴേക്കും. അദ്ദേഹം ഗംഭീരമായിട്ടൊരു സംഗതി പ്രവർത്തിക്കാൻ ശ്രമിക്കും. ഈ സമയത്ത് കൃഷ്ണകുട്ടി പുളാശാൻ അതിനേക്കാൾ ഗംഭീരമായിട്ട് അത് ചെണ്ടയില് വരുത്താൻ ശ്രമിക്കും. ഇങ്ങനെ തിരിച്ചും മറിച്ചും ആ രീതിയിലുള്ളൊരു മത്സരമൊക്കെ ഉണ്ട്. പൊതുവാളാശാനായിട്ട് പിണങ്ങിയിരുന്ന ഒരു സമയത്ത് ആശാനെ അപകടമാക്കാനായിട്ട് മാത്രം രാമചന്ദ്രാശാൻ ഒരു പുതിയ കലാശമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കൗതുകം എന്നുള്ളതൊക്കെ പറയാനുള്ളത്. ഇതിന്റെ ഇവരാരും തമ്മിൽ ശത്രുക്കളൊന്നും അല്ല, എല്ലാവരും വളരെയേറെ എന്താ പറയുക സൗഹൃദമുള്ള ആൾക്കാരാണ്.
എന്നാൽ ഇതിനകത്ത് കലയ്ക്കുള്ളിൽ തന്നെയുള്ള ചില അതെ മത്സരങ്ങൾ അതെ പറയുക. അപ്പൊ അങ്ങനെ അതിനും കൃഷ്ണോട് കുളാശാൻ അരങ്ങത്ത് വന്നു കഴിയുമ്പോഴേക്കും അതിനും വൃത്തിയായിട്ട് കൂടുകയാണ് ചെയ്തത്. കൂടുക എന്നുള്ളത്. രാമകുട്ടിയാരാശാനോട് പറഞ്ഞു എന്നാണ്, തന്റെ ഹനുമാൻ എനിക്കൊരു പൂച്ചക്കുട്ടിയാണോ. രാമകുട്ടിയാരാശാനോട് കുളാശാൻ പറഞ്ഞത് തന്റെ ഹനുമാൻ എനിക്കൊരു പൂച്ചക്കുട്ടിയാണോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാമകുട്ടിയാശാന്റെ വേഷത്തിന് കണ്ണടച്ച് നിന്നായിരിക്കും എനിക്ക് കണ്ണടച്ച് നിന്നാലും എനിക്ക് ഒട്ടാൻ പറ്റും. കാരണം വെച്ചാൽ രാമകുട്ടി എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. ആ അറിയാം. രീതിയിൽ അത്രയ്ക്ക് ആ, അത്രയ്ക്ക് ഒരു വേഷക്കാരൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ഒരു കാരണവശാലും കൃഷ്ണകുമാറിന്റെ കയ്യിൽ നിന്ന് പോവില്ല. മാത്രമല്ല, ആ ശബ്ദം കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് അസാമാന്യമായ സൗന്ദര്യവും. ആ അതെ അതെ കൊട്ടിന്റെ ഒരു സൗന്ദര്യം വളരെ പ്രധാനമാണ്. അതെ അതെ ലയാത്മകത അത് ലയാത്മകത തന്നെ എന്ന് അത് തന്നെയാണ് തന്നെ. അതിന്. ആ ലയാത്മകമായ സൗന്ദര്യമാണ് കൃഷ്ണകുമാറിന്റെ കൊട്ടിന്റെ ഏറ്റവും നമുക്കിനി പ്രധാനപ്പെട്ട വിഷയം. നമുക്കൊരു 8 മിനിറ്റ് കൂടി ഉള്ളൂ. ഇത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇനി ഈ വേദിയിലെ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ശ്രദ്ധേയനായത് ആ, മഹാനടന്മാരുടെ ഒപ്പമുള്ള ഈ ലയാത്മകമായ ഈ പിന്നണി കൊണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ഈ പ്രിയങ്കരനാകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ടോട്ടാലിറ്റിയിലുള്ള ആ സർഗജീവിതത്തിൻ്റെ ടോട്ടാലിറ്റിയിലാണ്. അദ്ദേഹം ഈ രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി മിത്തുകളും കഥകളും എല്ലാം ഇങ്ങനെ ശലഭങ്ങളെ പോലെ അദ്ദേഹത്തിന് ചുറ്റും പറന്നു നടന്നിരുന്നു. എനിക്കൊക്കെ തിരുനക്കര അമ്പലത്തിൽ അദ്ദേഹം സ്റ്റേജിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ബസ്സൊക്കെ ഇറങ്ങി നടന്ന് വരുന്ന സമയത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് കാണുമായിരുന്നു. അദ്ദേഹം വരുന്നത് തന്നെ കാണാൻ. ഏ അതെ അതെ ആ അതെ അങ്ങനെ അതെ ഒരു ഇത് ഈ അത് ശരിയല്ലേ, ഈ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ആ കഥാലോകം? തീർച്ചയായിട്ടും അതെ. എനിക്ക് അത്ഭുതം തോന്നാറുള്ള കാര്യം വെച്ചാല് ഇത് പലപ്പോഴും നമുക്ക് മിത്തുകൾ എന്ന് തോന്നുന്ന പല സംഗതികൾ, തീർച്ചയായിട്ടും മിത്തുകൾ ഉണ്ടാവും. മിത്തുകൾ ഉണ്ടാവും, അത്തരത്തിൽ പറഞ്ഞു വരുന്ന കഥകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള മിത്തുകൾ പലതും വാസ്തവത്തിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ് എന്ന് അത് പറയുന്ന തന്നെ ഒരു അത് ഒരു ഒരു അത് ആ രീതിയിൽ എനിക്ക് കുറച്ച് നേരിട്ട് അറിയാവുന്ന പറയാം. കാരണം എന്റെ അച്ഛനും മുത്തച്ഛനും രണ്ടുപേരും കൃഷ്ണകുമാറിന്റെ ശിഷ്യന്മാരാണ്. ആ ഇപ്പൊ ഇത് ഞാനിപ്പോ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നത് സത്യത്തിൽ ആ ഒരു ആത്മവിശ്വാസത്തിലാണ്. കാരണം വെച്ചാൽ എന്റെ മുത്തച്ഛനെ കഥകളി വേഷം പഠിപ്പിക്കുന്നത്, അതായത് ആദ്യം തെക്കൻ ചിട്ടയിൽ കഥകളി വേഷം പഠിച്ച എന്റെ മുത്തച്ഛൻ കുറൂർ വാസുദേവൻപുരിയെ വടക്കൻ ചിട്ട അഭ്യസിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ടാണ്. കൃഷ്ണകുമാരൻ ആ സമയത്ത് കലാമണ്ഡലത്തിൽ സസ്പെൻഷനിലാണ്. നേരത്തെ പറഞ്ഞ മിത്തിന്റെ ഒരു ഭാഗമാണ്. അറിയാലോ, പലതവണ അതെ അതെ കലാമണ്ഡലത്തിൽ അതെ നിന്ന് അതെ അതെ അദ്ദേഹം പിന്നെ സസ്പെൻഡ് പിന്നെ പിന്നെ. ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് മുത്തച്ഛനെ പഠിപ്പിക്കുന്നത് തന്നെ മുത്തച്ഛനെ കഥകളി വേഷമാണ് പഠിപ്പിക്കുന്നത്. അതായത് ചെണ്ടയോ മദ്ദളമല്ല, കഥകളി വേഷമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ മുദ്ര കാണിക്കുക, അതേ പദം കഥകളി പദങ്ങൾ പാടുക, അതേ സമയത്ത് മുദ്ര കാണിക്കുക, വേണ്ട സമയത്ത് ചെണ്ടയില് കൊട്ടുകയും കൂടെ ചെയ്യുക. ഇങ്ങനെ പല കലാകാരന്മാർ ചെയ്യേണ്ടത് ഒരാൾ തന്നെ ചെയ്തുകൊണ്ടാണ് ഒരാൾ തന്നെ ചെയ്തു. മുത്തശ്ശനെ അദ്ദേഹം വേഷം പഠിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ളൊരു ആ ഒരു എന്താ പറയണ്ട, പല കലകളിലുള്ള ഒരു പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ വ്യക്തി ജീവിതം, പിന്നെ എഴുത്ത് പറയാതിരിക്കാൻ നിവൃത്തില്ല. അദ്ദേഹം ശൈലീ വല്ലഭൻ നമുക്ക് പറയാവുന്ന അതെ തരത്തിലുള്ള അതെ അതെ എഴുത്താണ്. ഇപ്പൊ പൂതനകൃഷ്ണൻ എന്ന് പറയുന്ന ആ ലേഖനം തന്നെ കൃഷ്ണരാശാന്റെ പൂതനയെ വിവരിക്കുന്ന, അല്ലെങ്കിൽ ലളിതാവേഷത്തെ വിശകലനം ചെയ്യുന്ന, അതിന്റെ അനുഭവം വിവരിക്കുന്ന ആ ലേഖനം തന്നെ എത്ര ഗംഭീരമായ ഒരു ഒരു അതെ അനുഭവമാണ്. അതെ അതേപോലെ രാമകൃഷ്ണദാസിനെ കുറിച്ചുള്ള ലേഖനം. ഇങ്ങനെ എഴുത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ അദ്ദേഹം ഭീഷ്മപ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ അഷ്ടപതിയാട്ടം എന്ന് പറയുന്ന പ്രാചീന കാലത്ത് നിന്നുപോയിരുന്ന ഒരു കലാരൂപത്തെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായ രീതിയിൽ അത് രൂപകൽപ്പന ചെയ്ത് അഷ്ടപതിയാട്ടം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കലയിൽ തന്നെ അതുപോലെ കോപ്പ് നിർമ്മാണം, വേഷം കിട്ടിയിട്ടുണ്ട്. ഈ ബാലി പോലുള്ള വേഷം അദ്ദേഹം ഇടയ്ക്ക് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ വേഷത്തിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ കലയിൽ തന്നെയുള്ള വൈവിധ്യങ്ങൾ അദ്ദേഹം സ്വാംശീകരിക്കുന്നു. എഴുത്തിൽ അദ്ദേഹം ഒരു വലിയ എന്താ പറയണ്ടേ, ശൈലി വല്ലഭൻ എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ വ്യക്തി ജീവിതത്തിൽ നേരത്തെ പറഞ്ഞാൽ അതെ. ആരെയും കൂസാത്ത, ഒരു തരത്തിൽ ആരെയും കൂസില്ല. അതേ ഉള്ളിൽ ഈ കുറുമ്പും കുസൃതിയും പോലുള്ള സംഗതികളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണല്ലോ എന്നാലും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന് ശൗര്യ ഗുണം എന്നാണല്ലോ പേരിട്ടിരിക്കുന്നത്. അതെ, സൗരയൂഥം എന്നാണ് കെ പി ബാബു സാറ് പേരിട്ടിരിക്കുന്നത്. അത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കെ പി അക്ഷരാർത്ഥത്തിൽ ബാബു ശരി. സാറ് ആദ്യം എഴുതിയ കൃഷ്ണകുമാർ സാറിന്റെ മേളപ്പദം. മേളപ്പദം എന്നാണ് പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതെ ആദ്യം ഗോപാല സാർ ഒരു ആനയോടാണ് ഉപമിക്കുന്നത്. വന്നു നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഒരു എന്താ പറയണ്ട, ഒരു ഗജരാജൻ എന്ന് പറയാവുന്ന രീതിയിലാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് തന്നെ. അപ്പൊ ആ രീതിയിൽ ഇനി വ്യക്തി ഞാൻ ഈ സ്വഭാവം. സമയപരിമിതിയിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ എൻ്റെ അവസാനത്തെ ചോദ്യം, നമുക്കിനി ഒരു 3-3.5 മിനിറ്റ് കൂടി ഉള്ളൂ. അതുകൊണ്ടാണ്
കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന് ശേഷമുള്ള കഥകളി അരങ്ങിൽ പൊതുവാൾ പ്രഭാവം ഏതൊക്കെ തരത്തിൽ നിലനിൽക്കുന്നുണ്ട്? അത് കുറച്ചൊരു സങ്കീർണമായ ഒരു ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കീർണമായ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പോകാറുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ അതേ ഗ്രേഡിൽ കലാലോകം കണക്കാക്കിയിരുന്ന മറ്റൊരാളാണ് കോട്ടയ്ക്കൽ കുട്ടന്മാരാശാൻ. കോട്ടയ്ക്കൽ കുട്ടന്മാരാണ്. അപ്പൊ ഈ കോട്ടയ്ക്കൽ കുട്ടന്മാരാശാൻ തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ പൊതുവാളാശാൻ ഒപ്പം ചേർത്ത് പറയാത്തതെന്ന് വെച്ചാൽ, പൊതുവാളാശാൻ കേരളത്തിൽ മുഴുവൻ മിക്കവാറും കഥകളി അരങ്ങുകളിലെല്ലാം സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു. കുട്ടന്മാരാശാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാന്നിധ്യമായിരുന്നെങ്കിൽ പോലും കഥകളി മേളത്തിൽ അരങ്ങിൽ കൂടുതൽ പ്രചാരവും ഈ പറഞ്ഞ തരത്തിലുള്ള വൈവിധ്യവും ഉണ്ടായിരുന്നത് കൃഷ്ണകുട്ടിയാശാന്റെ കൊട്ടിനാണ്. അതേസമയത്ത് കൊട്ടിന്റെ ക്വാളിറ്റിയിൽ, കൊട്ടിന്റെ ആ ഒരു എന്താ പറയണ്ടേ, ഈ അരികും നടുകും തെളിഞ്ഞ് കൊട്ടുക എന്നൊക്കെ പറയും, അതുപോലെ തന്നെ ശൈലിയിൽ അതിലൊക്കെ വളരെ പ്രഗത്ഭനായിരുന്ന ആളാണ് കോട്ടയം കുട്ടന്മാരാശാൻ. അദ്ദേഹം ചിട്ടയ്ക്കനുസരിച്ച് മാത്രം, അല്ലെങ്കിൽ അതിന് പരമാവധി പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ മാത്രം കൊട്ടിയിരുന്ന ആളാണ്. കൃഷ്ണകുട്ടിയാശാനെ പോലെ ഫ്ലെക്സിബിലിറ്റി ഇല്ല, പൊതുവാളാശാനെ പോലെ ഫ്ലെക്സിബിലിറ്റി അല്ല ഉള്ളത്. ഒരു മിനിറ്റ് കൊണ്ട് നിർത്തണേ. സ്ഥലത്ത് നിന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ ഈ കാര്യം എടുത്ത് പറയാൻ ഉള്ള സാഹചര്യം എന്ന് വെച്ചാൽ, കുട്ടന്മാരാശാന്റെ ശിഷ്യനാണ് പല്ലശ്ശന ചന്ദ്രമനാടിയരാശാൻ. അപ്പൊ കൃഷ്ണകുട്ടിയാശാൻ നിർമ്മിച്ച കഥകളി കൊട്ടിന്റെ ഒരു വഴി കൂടാതെ കുട്ടന്മാരാശാനിൽ നിന്നും ചന്ദ്രമനാടിയരാശാനിൽ നിന്നും തുടർന്നു വരുന്ന ഈ ചെണ്ടയുടെ ഒരു സാങ്കേതിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ വഴി, ഇതിന്റെ ഒരു സമന്വയമാണ് പിന്നീടുള്ള കലാകാരന്മാരിൽ കാണുന്നതെന്നാണ് വളരെ ചുരുക്കിയ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റുക. ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ കലാകാരന്മാരിലും കാണുന്നത് പൊതുവാളാശാന്റെയും കുട്ടന്മാരാശാന്റെയും തുടർന്ന് അച്യുണ്ണി പൊതുവാളാശാൻ, അതുപോലെ പല്ലശ്ശന ചന്ദ്രമനാടിയരാശാൻ, ഇവരുടെ ഒരു തുടർച്ചയാണ് ഈ കലാകാരന്മാരെല്ലാവരും ചെണ്ട കലാകാരന്മാരിൽ കാണുന്നതെന്നാണ് എടുത്തു പറയാനുള്ളത്. മഹാനായ കലാകാരൻ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ ജന്മശതാബ്ദി പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വളരെ ആഴത്തിലും ലാവണ്യപരമായും ഇത്രയും വിശദമായി അവതരിപ്പിച്ചതിന് ദിലീതാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്. തീർച്ചയായും കൃഷ്ണകുട്ടിയാശാനെ കുറിച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഞാൻ ഇന്ന് എൻ്റെ പേരിനൊപ്പം കൊണ്ടു കിടക്കുന്ന കുറൂർ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ, ഈ കൊണ്ടു കിടക്കുന്ന ഈ പേരിന് പോലും അദ്ദേഹത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാരംഗത്ത് അച്ഛനെയും മുത്തശ്ശനെയും ഒക്കെ ആ രീതിയിലേക്ക് എത്തിച്ചത്. അപ്പൊ പൊതുവാളാശാനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് മഹാഭാഗ്യം കൂടിയാണ്. അതിന് ഇടയാക്കിയതിൽ ഗോപാലകൃഷ്ണന് വളരെ നന്ദി, സന്തോഷം. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം, മനോജ്. താങ്ക്സ് എ ലോട്ട്. Thanks a lot. Thanks to you.